അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പോരായ്മ, ഒരൊറ്റ പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു മാസം ഉപയോഗിച്ചു എന്നുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും സംഭവമാണ് ഫസ്റ്റ് സർവീസിന് യമഹ ഇസഡാറിൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി 0 to 50 എത്ര സെക്കൻഡിൽ കയറും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മൈൽഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് എഞ്ചിന് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മൈലേജും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനം കേട്ടോ. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യും ഈ ഒരു ഗിയർലെസ് വണ്ടികൾക്ക്. വനിതകൾക്ക് എല്ലാവർക്കും 2 വീലേഴ്സ് പകുതി ക്യാഷിന് എടുക്കാനായിട്ട് സാധിക്കും. ടർബോ ചാർജ് ഒരു പവർ കൊടുക്കുന്നില്ല, അതേപോലെ ഒരു പവർ നമുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ കേട്ടോ. അപ്പോൾ യൂസർ റിവ്യൂ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മളാണ് ഈ ഒരു വണ്ടി 1 മാസം ഉപയോഗിച്ചത്. അപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ യമഹ ഇസഡാറിൻ്റെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 മന്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ ഇതിൻ്റെ പോരായ്മ എന്താണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസം ആകാറായിട്ടോ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അപ്പം 30 ദിവസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനകത്താണ് ഫസ്റ്റ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇപ്പോൾ കിട്ടിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടിയെ വാങ്ങിയ വീഡിയോ കിട്ടി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഈ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസും വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തത് കിലോമീറ്റർ നമ്മുടെ ആയിട്ടില്ല കേട്ടോ. നമുക്ക് വണ്ടിക്ക് ഒരുപാട് ഓട്ടം ഇല്ലായിരുന്നു. നമ്മുടെ ഏകദേശം ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തു കേട്ടോ. ഫസ്റ്റ് സർവീസിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് സർവീസിന് കിട്ടിയൊരു ഇൻവോയ്സ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സർവീസിൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഇവർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ജാസ്കറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 498 രൂപയാണ്. അപ്പോൾ ഇത്രയും സംഭവമാണ് ഫസ്റ്റ് സർവീസിന് യമഹ ഇസഡാറിൽ ചെയ്ത് കേട്ടോ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇതിന് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ 499 രൂപയാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസിന് നമുക്ക് ചിലവായത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടി നല്ല അത്യാവശ്യം നല്ലൊരു പവർഫുൾ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഈ യമഹ ഇസഡാർ എന്ന് പറയുന്നത് ഈ ലേറ്റസ്റ്റ് മോഡലോ നല്ല പവർഫുള്ളും നല്ലൊരു ഇനിഷ്യൽ പുള്ളപ്പൊക്കെ ഉള്ള നല്ലൊരു വണ്ടി കേട്ടോ. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി പെട്രോളിലല്ല ഓടുന്ന ഇതുണ്ട് ഇവിടെ എഴുതി വെച്ചിരുന്നത്. ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് വെഹിക്കിളും കൂടി കേട്ടോ. ഇത് ബാറ്ററിയുടെ ഒരു ചെറിയ സപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട് എഞ്ചിൻ വീലിലേക്ക്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡും കൂടിയാണ് റേ ഇസഡാർ കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന വണ്ടി. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് സിയാൻ ബ്ലൂ എന്നാണ് ഈ ഒരു കളറിന് പറയുന്നത്, സിയാൻ ബ്ലൂ എന്നാണ്. പിന്നെ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ വന്ന കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ ഒരു ഫുള്ള് കണ്ടോ. എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ പോയേക്കുന്നത്. എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യാനായിട്ട് ഒരു 2000 രൂപ സംതിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും ഒന്ന് മറിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോഡിയിലേക്ക് ഡയറക്റ്റ് പോയിട്ട് ഹിറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ യമഹ റേ ഇസഡാറിൻ്റെ ബോഡി ഫുള്ള് ഫൈബർ കേട്ടോ. ഇതിനകത്ത് ഇരുമ്പിൻ്റെ അംശം വളരെ കുറവാണ്, കൂടുതലും ഫൈബറാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ട് ഈ ഒരു ഗ്രാബ് റെയിലൊക്കെ മെറ്റൽ തന്നെയാണ്, ഇതൊന്നും ഫൈബർ അല്ല. ഇതുണ്ട് ഈ പോർഷനൊക്കെ ഫൈബറാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ ഒരു ഹാൻഡിലിൻ്റെ ഇവിടെയും ഈ ഒരു പോർഷനും ഫ്രണ്ട് ഫുള്ള് ഫൈബറും കൊണ്ട് തന്നെയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിടാനായിട്ടുള്ള ഒരു ഹുക്കുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ യമഹ റേ ഇസഡാറിൻ്റെ ഫ്രണ്ട് ലുക്ക് കേട്ടോ. ഇതൊരു വിൻഷീൽഡാണ് ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു DRL ഉണ്ട് കേട്ടോ. ഇത് LED ആട്ടോ വന്നിരിക്കുന്നത്, വൈറ്റ് കളർ. ഇത് ഫുൾ ടൈം താക്കോൽ ഓണാണ്, ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. കേറ്ററും വന്നിരിക്കുന്ന ഹാൽജൻ ആണ്, LED ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ഏരിയ ഇവിടെ ഫുള്ള് ഫൈബർ പോർഷൻ ആണ്. ഈ ഒരു മഡ് ഗാർഡ് സഹിതം ഇത് ഫൈബർ ആട്ടോ. പക്ഷേ ഒരു ലോക്കൽ ഫൈബർ ഒന്നുമല്ലോ, നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം എന്ന് തോന്നുന്നു ഇത് ഫുള്ള് ഫൈബർ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റും ഉണ്ടോ, ഇതിങ്ങനെ ഒരു 3 പോർഷനായിട്ട് ഇങ്ങനെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒന്ന്, സെൻറ്റർ, റൈറ്റ് സൈഡ്, ഇങ്ങനെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാക്സിമം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു വണ്ടി ഇതുണ്ടോ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബ്രേക്കിംഗ് ആട്ടോ. നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോയിട്ട് ബ്രേക്കിംഗ് ചെയ്താൽ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി നിൽക്കുന്ന ഒരു ബ്രേക്കിംഗ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഈ വണ്ടി ഫുള്ള് ഇങ്ങനെ ചെളിയായിട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് യമഹ റേ ഇസഡാറിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത് കേട്ടോ. ഇതുണ്ട് ഇവിടെ മെയിനായിട്ടൊരു ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പിടിപ്പിച്ചത് എനിക്ക് അത്ര ഒരു ലുക്കായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലെങ്കിൽ ഈ വണ്ടി കുറച്ചും കൂടെ ഒരു ലുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇതിപ്പോൾ ഫുള്ള് ഇങ്ങനെ ഒരു ഗ്രില്ലും പാറ്റേണൊക്കെ വന്നുകൊണ്ട് ഒരു ലുക്ക് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ടെയിൽ ലാമ്പ് വന്നേക്കുന്നതും ഹാലജൻ ആണ്, LED ഒന്നുമല്ല. പിന്നെ ഈ ഒരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ ഫൈബർ തന്നെയാണ്. ഈ ഒരു നമ്പർ പ്ലേറ്റിന്റെ ഈ ഒരു മുകളിൽ ഈ ഒരു പോർഷനിൽ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്പർ പ്ലേറ്റിൽ ലൈറ്റ് കിട്ടാനാണ്. കീ ഓണാക്കി കഴിയുമ്പോൾ തന്നെ ഈ ലൈറ്റുകളെല്ലാം തെളിഞ്ഞ് തന്നെ കിടക്കും കേട്ടോ. DRലും ബാക്ക് ലൈറ്റും ഈ ലൈറ്റുകളെല്ലാം തെളിഞ്ഞ് തന്നെ കിടക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈലൻസർ തന്നെ കേട്ടോ. ഇതിപ്പോൾ ഒരു സ്കൂട്ടർ മോഡലായിട്ട് തന്നെ ഇതിന്റെ ഒരു സൈലൻസർ നല്ല ഒരു ലെങ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തിരിക്കുന്ന ഈ വണ്ടിയുടെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണോ. ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് തന്നെയാണ് എല്ലാവർക്കും മാക്സിമം ഇഷ്ടപ്പെടുന്നത്. പ്ലസ് ഈ വണ്ടിക്ക് നല്ലൊരു പവറും നല്ലൊരു ഇനീഷ്യൽ പുള്ളപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ. ഇവിടെ ഒരു കിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലേഡീസിനൊക്കെ ബാക്കിൽ കയറിയിരിക്കുമ്പോൾ ചവിട്ടാനായിട്ട് ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 125 cc ഉള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. പ്ലസ് മൈൽഡ് ഹൈബ്രിഡും കൂടെയാണ് കേട്ടോ. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ, അതായത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 46 കിലോമീറ്റർ ആട്ടോ. കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ. അപ്പോൾ നമ്മൾ ഈ ഫുള്ള് ഹൈവേ കൂടെ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് മൈലേജ് കിട്ടാത്തത്. ഹൈവേ കൂടെ തന്നെ ഇത് നല്ലൊരു രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് യമഹ ഇസ്രാർ ട്ടോ. പിന്നെ നമുക്ക് ബാക്കിലേക്ക് ഇരിക്കുന്നവർക്ക് ചവിട്ടാനായിട്ട് ഇവിടെ അപ്പുറത്തെ സൈഡിലും 2 ഫുഡ് റെസ്റ്റ് വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തേക്കുന്ന വണ്ടിയിൽ കയറിയിട്ട് ചെരിഞ്ഞിരിക്കുമ്പോൾ ചവിട്ടാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് അല്ലാതിരിക്കുമ്പോൾ ചവിട്ടാനായിട്ട്. പൂട്ട് തുറക്കാനായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കീ ഇട്ടതിന് ശേഷം പ്രസ് ചെയ്യാതെ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കണം കേട്ടോ. അതായത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് ആവും. പ്രസ് ചെയ്യാതെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതാണ് യമഹ ഇസ്രാറിന്റെ ബൂട്ട് സ്പേസ് കേട്ടോ. ഇതിനകത്തൊരു ഹാഫ് ഫേസ് ഉള്ള ഹെൽമെറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഫുൾ ഫേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അടയ്ക്കാനായിട്ട് സാധിക്കൂല, ശരിക്കും അടയൂല. അത്ര ഒരു സ്പേസ് ഉള്ളൂ. എന്നാൽ തന്നെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഹെൽമെറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വലിയ ഹെൽമെറ്റ് നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എയ്ഡും ഒരു സ്പാനറും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ പെട്രോൾ ടാങ്ക് വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഊരി എടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 5.5 ലിറ്റർ എങ്ങാണ്ടാണ് ഇതിനകത്ത് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. നമുക്ക് അടച്ചിടാം. അടച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ലോക്കും ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് പോർഷൻ, ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കൺട്രോളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് ഹെഡ്ലൈറ്റിന്റെ ഡിമ്മും ബ്രൈറ്റും ആണ്. അതിങ്ങനെ താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഇത് പാസ് വർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ ഈ താഴത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ ഹോണും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഇവിടെ യമഹയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എ ഓഫും എ എന്നും പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡി സ്റ്റോപ്പ് ആൻഡ് ഓൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈ വണ്ടിക്ക്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കുറച്ചങ്ങ് ഓടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ട്രാഫിക് സിഗ്നലിൽ കൊണ്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വണ്ടിയുടെ എഞ്ചിൻ അന്നേരം ഓഫായി പോകും കേട്ടോ. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്സിലറേഷൻ പയ്യെ ഒന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേന് സ്പോട്ടിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാകും. ആ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് കൊടുത്തേക്കുന്നത്. ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാനാണ് ഈ ഒരു ഓഫ് കൊടുത്തേക്കുന്നത്. ഇത് ഓണായി കിടക്കുന്നതായിരിക്കും നല്ലത്. ഓണായി കിടക്കുവാണെങ്കിൽ നമുക്ക് പെട്രോൾ ആവശ്യമില്ലാതെ ചുമ്മാ കത്തത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളെന്ന് പറയുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡ് നമ്മൾ തട്ടിയാൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. സ്റ്റാൻഡ് അവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്റ്റാൻഡ് തട്ടി നമ്മൾ ബ്രേക്കും പിടിച്ചിട്ട് ഈ ഒരു സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് വണ്ടിയുടെ ഒരു മിറർ വന്നേക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് മിറർ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു മിറർ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഭയങ്കര വലിപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അതെന്തായാലും നല്ല കേട്ടോ. ഈ വണ്ടിക്ക് ചേരുന്ന ഒരു ഡിസൈൻ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഭംഗിയുണ്ട്. ഇവിടെയാണ് വണ്ടിയുടെ മീറ്റർ കൺസോൾ തന്നെ. ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ആ ഫംഗ്ഷൻ സ്വിച്ച് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ മെയിനായിട്ട് കാണിച്ചേക്കുന്നത് ഈ താഴത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇത് പെട്രോളിൻ്റെ കേട്ടോ, ഫ്യൂലിൻ്റെ. ഇപ്പോൾ ഫ്യൂല് ഏകദേശം ഒരു കട്ടേ ഉള്ളൂ, തീരാറായിട്ടിരിക്കുകയാണ്. മുകളിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് സ്പീഡ് കാണിക്കുന്നത് കേട്ടോ, ഡിജിറ്റലാണ് ഫുള്ള്. പിന്നെ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ആവറേജ് ഫ്യൂവൽ എക്കണോമിയാണ്. ഇതുവരെ കിട്ടിയത് 44.3 കേട്ടോ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 46 സംതിങ് വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലോക്കലോട്ടം ഒരുപാട് ഓടിയോണ്ട് തന്നെ 46 എന്നുള്ളത് കുറഞ്ഞിപ്പോൾ 44 ആയിട്ടുണ്ട്, 44.3 ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഹൈവേ കൂടെയൊക്കെ പോകുമ്പോഴത്തേനും ഇത് കൂടി വരും കേട്ടോ. പിന്നെ ഈ ഫംഗ്ഷൻ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടൈമും കാര്യങ്ങളും കാണിക്കും. പിന്നെ ട്രിപ്പ് മീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് ഇട്ടത് ഇപ്പം 172 കിലോമീറ്റർ ഓടി കേട്ടോ. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓഡോമീറ്ററും കാണിക്കുന്നുണ്ട്. ഇത് കറക്റ്റ്
കറക്റ്റ് 400 കിലോമീറ്റർ ആയിട്ടോ. നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് 400 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഇപ്പോൾ ടോട്ടൽ ഓടിയേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ഒക്കെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലും കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ. ഈ ഒരു വണ്ടി 1 മാസം ഉപയോഗിച്ചു എന്ന നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പവറും ഇനിഷ്യൽ പുള്ളപ്പുണ്ടല്ലോ, ആ ഒരു പുള്ളപ്പും ഇതിൻ്റെ ബ്രേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ അടിപൊളിയാണ്. നമുക്കൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി കിടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് യമഹ റേ ZR കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ്, ഈ ഒരു വണ്ടിക്ക് മറ്റേ ഹാൻഡിൽ ബ്രേക്ക് ലോക്കില്ല കേട്ടോ. ഇവിടെ സാധാരണ നമുക്ക് വണ്ടികൾക്ക് ബ്രേക്ക് പിടിച്ചിട്ട് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇറക്കത്തൊക്കെ നമ്മളിപ്പം ഈ വണ്ടിക്ക് ഗിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് തന്നെ ഇരിക്കും കണ്ടോ, ചുമ്മാ ഫ്രീ ആയിട്ട് ഉരുടും. ഇവിടെ ഒരു ലോക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ജസ്റ്റ് ഒരു കയറ്റമൊക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയി വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമ്മൾ 2 കൈ ഒന്ന് ഫ്രീ ആക്കി ഇപ്പോൾ ഫോണൊക്കെ വിളിക്കുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബാക്കിലേക്ക് പോകും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹാൻഡിൽ തിരിച്ച് വെച്ച് കഴിഞ്ഞാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറക്കത്താണെങ്കിൽ വണ്ടി ഇങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കും, നമ്മുടെ കാലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ലോക്കിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് ആ ലോക്കിംഗ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഫോൺ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഒരു ലോക്കിംഗ് ഇല്ലാത്തതിൻ്റെ മെയിൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കത്തോ കയറ്റത്തോ ഒക്കെ കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മൂവ് ആയി പോകും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പം അത്ര വലിയ പ്രശ്നമില്ല. നമ്മൾ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹാൻഡിലും കൂടെ തിരിച്ചു വെക്കുവാണെങ്കിൽ വണ്ടി അങ്ങനെ ഒരുപാട് ഉരുണ്ട് പോകില്ല. എന്താണെന്ന് വെച്ചാൽ നിലത്ത് ഇങ്ങനെ ഡയറക്റ്റ് കുത്തി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. നമ്മുടെ കാലയിൽ ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഒരു ബുദ്ധിമുട്ടായി തോന്നിയ ഒരു സംഭവമാണ് ഈ വണ്ടിയിലില്ലാത്ത. ഫസ്റ്റ് സർവീസിനെ ഇപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു ഹാൻഡിൽ ലോക്ക് എന്താണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യമഹയുടെ 2 വീലറിനൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ലോക്കിംഗ് സിസ്റ്റം ശരിക്കും എല്ലാത്തിനും വേണ്ടായിരുന്നു. ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനം കേട്ടോ. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യും ഈ ഒരു ഗിയർലെസ് വണ്ടികൾക്ക് കേട്ടോ. വളരെയധികം വലിയൊരു പോരായ്മ തന്നെയാണ്. കമ്പനിക്കാർ എന്താണ് ഇത്രയും ഫീച്ചർ കൊടുത്തിട്ട് ഈ ഒരു ലോക്ക് മാത്രം ഇതിന് വെക്കാത്തതെന്ന് എനിക്കറിയാമല്ല. ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു പോർഷനൊക്കെ ഉണ്ടോ, ഇവിടെ ഒന്നും ചെറിയ സ്പേസുകളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് വെക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ഒരു ലുക്കിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഇവിടെ ഫുള്ള്. ഇവിടെ ഒന്നും നമുക്കൊരു സാധനം ക്യാരി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ചില ടൈമുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ വേഗം നിന്ന് ഇടണമെങ്കിലൊക്കെ ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഒരു ലുക്ക് ആൻഡ് ഫീലാണ്. ഈ ഒരു യമഹ റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുള്ള് ലുക്ക് ആൻഡ് ഫീലാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. നല്ലൊരു സ്പോർട്ടി ലുക്കാണ്, പിന്നെ നല്ല പവറും കാര്യങ്ങളും ഉണ്ട്, ഓടിക്കാനും നല്ല സുഖം കേട്ടോ. അതാണ് കൂടുതലും. ഇതുപോലത്തെ സ്പേസോ ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാനുള്ളൂ കേട്ടോ. അത്യാവശ്യം മൈലേജും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. 68 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ 46 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല റോട്ടിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ മൈലേജ് കയറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ നല്ല ഹൈവേ കൂടെ പോകുമ്പോൾ മൈലേജ് കയറുന്നത് നമുക്ക് തന്നെ ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മൾ ലോക്കൽ ഓട്ടോ ഓടുമ്പോൾ മൈലേജ് അതേപോലെ തന്നെ കുറയുന്നു ഫീൽ ചെയ്യും. ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് 30 ദിവസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് തന്നെ. രണ്ടാമത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ 4000 കിലോമീറ്റർ അല്ലെങ്കിൽ 150 ദിവസമാണ്. അങ്ങനെ 4 സർവീസ് വരെ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആണ്. ഓയിൽ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ അതിൻ്റെയൊക്കെ ക്യാഷ് നമ്മൾ അല്ലാതെ കൊടുക്കണം കേട്ടോ. അതൊക്കെ ഈ ഒരു ഫ്രീക്കകത്ത് വരില്ല. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊരു വാട്ടർ സർവീസ് ഫ്രീ ആയിരിക്കും, പിന്നെ ലേബർ ചാർജും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്കതിന് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് കൊടുക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡിൻ്റെ ഒരു സിസ്റ്റം ഉള്ള ഒരു മൈൽഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് എഞ്ചിന് കൊടുക്കുന്നുണ്ട്. എഞ്ചിനിലേക്ക് ഒരു ചെറിയൊരു തള്ളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ പെട്രോള് പ്ലസ് ഈ ബാറ്ററിയുടെ തള്ളിച്ചും കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു നമ്മുടെ എങ്ങനെയാണ് ഇപ്പോൾ കാറിനകത്തൊക്കെ ഈ ടർബോ ചാർജ് ഒരു പവർ കൊടുക്കുന്നില്ല, അതേപോലെ ഒരു പവർ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. വണ്ടിയുടെ ഒരു പോരായ്മ, ഒരൊറ്റ പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഈ ഒരു ബ്രേക്കിൽ നമുക്ക് ലോക്ക് ചെയ്തിടാനുള്ള ഒരു സംവിധാനം മാത്രമില്ല. വേറെ എല്ലാം കൊണ്ട് ഞാൻ ഈ ഒരു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ലുക്കും ഫീലും ഡ്രൈവും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തപ്പം 1,20,000 രൂപയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു വണ്ടി 63,500 രൂപയ്ക്ക് നമുക്ക് കിട്ടി കേട്ടോ. അതെങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ വണ്ടി എങ്ങനെ നമുക്ക് പകുതി ക്യാഷിന് കിട്ടി എന്നുള്ളത് ഫുള്ള് ഡീറ്റെയിൽ പറയുന്നുണ്ട്. നമുക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് വനിതകൾക്ക് എല്ലാവർക്കും 2 വീലേഴ്സ് പകുതി ക്യാഷിന് എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ എൻഡിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെ, അതായത് റേ മാത്രമല്ല ഒരുപാട് വണ്ടികളുണ്ട്, ആ വണ്ടികളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പകുതി ക്യാഷിന് മേടിക്കാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി 0 to 50 എത്ര സെക്കൻഡിൽ കയറും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 0 ആണ്, സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ഏകദേശം ഒരു എത്രയാ ഒരു 5 സെക്കൻഡിനുള്ളിൽ 0 to 50 കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഓടിച്ച ഒരു വഴി എന്ന് പറഞ്ഞതുകൊണ്ട് ഇതുപോലെ ടൈലിട്ടേക്കുന്നത് കട്ടകൾ ഇട്ടേക്കുന്ന വഴി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇളക്കം വണ്ടിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു കുലുക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ശരിക്കും വേഗം കയറിയില്ല. എന്നാലും നമ്മളിപ്പോൾ കയറിയേക്കാളും ഒരു 2 സെക്കൻഡ് മുന്നേ തന്നെ 0 to 50 എത്തും ഈ വണ്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.